ആഗോള ജൈവ ഉൽപ്പന്ന പ്രദർശനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോയുടെ 22ാമത് പതിപ്പാണിത്. ലോകമെമ്പാടുമുള്ള മികച്ച ജൈവ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഓർഗാനിക് എക്സ്പോക്ക് 550ലധികം പ്രദർശകർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 300 പ്രദർശകരായിരുന്നു. 12,000-ലധികം സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലേഷ്യൻ ഇന്റർനാഷണൽ ഹലാൽ ഷോക്കേസിന്റെ ആഗോള അരങ്ങേറ്റത്തിന് കൂടി പ്രദർശനം സാക്ഷ്യം വഹിക്കും. മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോയുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ ഹലാൽ ഉൽപ്പന്ന പ്രദർശനമാണിത്. യുഎഇയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉപപ്രധാനമന്ത്രിയും മലേഷ്യയിലെ പ്രാദേശിക വികസന മന്ത്രിയുമായ ദത്തോസരി ഡോക്ടർ അഹമ്മദ് സാഹിദ് ഹമീദി മിഹാസ് ഉദ്ഘാടനം ചെയ്തു. ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന ഉൾക്കാഴ്ചയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോ ജനറൽ മാനേജർ ഷിനുപിള്ള പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചിട്ട് 84% ഇൻക്രീസാണ് നമുക്കിപ്പോൾ ഷോയിലുള്ളത്. അതായത് ബോത്ത് എക്സിബിറ്റർ നമ്പേഴ്സിലും ഇൻ ടേംസ് ഓഫ് നമ്മളിവിടെ സ്പേസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഓർഗാനിക് നാച്ചുറൽ ഹെൽത്തി പ്രോഡക്ട്സിനുള്ള ഡിമാൻഡിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പോൾ എക്സിബിറ്റേഴ്സ് 70 കൺട്രീസിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ഫ്രം ദീസ് കൺട്രീസ്. അഫ്ഗാനിസ്ഥാൻ, ഗ്രീസ്, ഇന്ത്യ, ഇറാൻ, ഇറ്റലി, കൊറിയ, മലേഷ്യ തുടങ്ങി 21ഓളം രാജ്യങ്ങളുടെ പവലിയനുകൾ ഉണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ തുറന്നിരിക്കും. ജീവൻ ന്യൂസ്, ദുബായ്.